നമസ്കാരം. ധനുഷ് പി എസ് ടിപ്സിൻ്റെ കറണ്ട് അഫെയർ വീഡിയോയിലേക്ക് സ്വാഗതം. 2026 കേരള പി എസ് ചോദിച്ചിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ പരീക്ഷകൾക്കും ഇനിയുള്ള പരീക്ഷകൾക്ക് ആനുകാലിക ചോദ്യങ്ങൾ കറണ്ട് അഫെയർ 10 മാർക്കിന് നമ്മൾക്കുണ്ട്. അപ്പോൾ ഈ വർഷം ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയർസ് ഒന്ന് പഠിച്ചു വെക്കാം. ഏകദേശം 50 ചോദ്യങ്ങളോളം മാത്രമേ ഇന്നുള്ളൂ. അതുമാത്രം ഒന്ന് പഠിച്ചു വയ്ക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആര്? 2025 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ ഫുട്ബോൾ കളിക്കാരൻ ആരാണ്? 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ആൻസർ ഉസ്മാൻ ഡെംബലെ. ഉസ്മാൻ ഡെംബലെ. ഫിഫ ദ ബെസ്റ്റ് ഉസ്മാൻ. ഫിഫ ദ ബെസ്റ്റ് ഉസ്മാൻ ഡെംബലെ. ഫിഫ ദ ബെസ്റ്റ് ആണ് ഉസ്മാൻ ഡെംബലെ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം ഏതാണ്? ആൻസർ ചിറ്റൂർ. ചിറ്റൂർ നിയോജക മണ്ഡലമാണ്. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയാണ് ഏത്? അംഗൻ ജ്യോതി പദ്ധതി. നോക്കുക, 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയാണെന്ത്? അംഗൻ ജ്യോതി പദ്ധതി. അത് പൈലറ്റ് അടിസ്ഥാനത്തിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലമാണ് ഇത് ചിറ്റൂർ. കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കിയ പദ്ധതി കൊണ്ടുവന്ന അംഗൻ ജ്യോതി പദ്ധതി കൊണ്ടുവന്ന നിയോജക മണ്ഡലം ഏതാണ്? ചിറ്റൂരാണ്. ചിറ്റൂരാണ്. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലമാണേത്? ചിറ്റൂർ. ചിറ്റൂർ നിയോജക മണ്ഡലം. കാർബൺ ഫ്രീ, കാർബൺ ന്യൂട്രൽ സംസ്ഥാനം, കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതി ഏത്? അംഗൻ ജ്യോതി പദ്ധതി. അത് നടപ്പിലാക്കിയ അംഗൻ ജ്യോതി പദ്ധതി നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലമാണേത്? ചിറ്റൂർ നിയോജക മണ്ഡലം. ചിറ്റൂർ. ചിറ്റൂർ. ഓക്കെ, ചിറ്റൂരിൻ്റെ സി ചിറ്റൂർ CH എഴുതുക. അപ്പോൾ കാർബണിൻ്റെ സി മൂർത്തി, കാർബൺ ന്യൂട്രൽ ചിറ്റൂർ. ഒക്കെ ആണല്ലോ. നെക്സ്റ്റ് ചോദ്യം, 2025 ഏപ്രിൽ മാസം പകൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യയിൽ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? വ്യക്തിയുടെ പേരാണ് ഇവരൊന്നുമല്ല എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്കിത് പഠിച്ചു വയ്ക്കാം. 2025 ഏപ്രിൽ മാസം പകൽഗാമിൽ, സ്ഥലം എപ്പോഴും ചോദിക്കുന്നുണ്ട്, LGSന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പകൽഗാമിലാണ് എന്ത് നടന്നത്? ആ ഭീകരാക്രമണം നടന്നത് അല്ലേ. അപ്പോൾ അതിന് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചാക്രമിച്ചു. ആ ആക്രമണത്തിന് പറയുന്ന പേരെന്തായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ. നമ്മൾ ഓരോന്നിനും ഓരോ പേരങ്ങിട്ട് വെച്ചേക്കും. അപ്പോൾ ആ ആക്രമണത്തിന് പറഞ്ഞ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ നമുക്കിവിടെ 2025 ഏപ്രിൽ മാസം എവിടെ വെച്ചാണ് നടന്ന സംഭവം? ഭീകരാക്രമണം നടന്നത് എന്താണ്? ഈ ചോദ്യം വന്നിട്ടുണ്ട്. ഏത്? പകൽഗാം എന്ന ഉത്തരം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരെന്താണ്? ഇന്ത്യ നടത്തിയ ആക്രമണത്തിൻ്റെ പേരെന്തായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ. അതെവിടെ വെച്ചാണ് നടന്നത്? പകൽഗാമിലാണ്. 2025 ഏപ്രിൽ മാസമാണ് നടക്കുന്നത്. 2025 ഏപ്രിൽ മാസമാണ് പകൽഗാമിലാണ് നടക്കുന്നത്. ആ ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി കൊടുത്തു. ആ ആക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടി കൊടുത്ത ആ ആക്രമണത്തിന് ഇന്ത്യ കൊടുത്ത ആക്രമണം ഇന്ത്യയുടെ പരിപാടി, അതിന് നമ്മൾ പറയുക ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നു. ഇന്ത്യയുടെ ആ ആക്രമണത്തിന് പറഞ്ഞ പേരാണെന്ത്? ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്?
ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞത് ആരാണ്? അജിത് ഡോവലാണ്. അജിത് ഡോവലാണ്. ഉപദേഷ്ടാവ് ഡോവലാണ്. അപ്പോൾ ഇപ്രാവശ്യത്തേക്ക് നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ഓർക്കാം? ഉപദേഷ്ടാവ് ഒരു ഡോവലാണ്. അവിടെ ദായുടെ ഒരു പ്രാസം വരുന്നില്ലേ? ഡോവലാണ്. അജിത് ഡോവലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഡോവൽ, അജിത് ഡോവലാണ്. ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവലാണ്. അജിത് ഡോവലാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരാണ്? ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? മുൻ കെനിയൻ പ്രധാനമന്ത്രിയുടെ പേരാണ് റേല ഒഡിങ്ങ. റേലിയ അല്ലേ? റേലിയ ഒഡിങ്ങ എന്ന് കെനിയ പഠിക്കുമ്പോൾ ഒഡിങ്ങ പഠിക്കാം. കെനിയ പഠിക്കുമ്പോൾ ഒഡിങ്ങ എന്ന് പഠിക്കാം. ഓക്കെ, കെനിയ പഠിക്കുമ്പോൾ ഒഡിങ്ങ എന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചോദ്യം. അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷമേതാണ്? അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷം ഏതാണ്? 2026 എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഉത്തരം കമൻറ്റ് ചെയ്യുമോ? അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് കമ്പൈൻ സ്റ്റഡി നടത്തിയേക്കാം അല്ലേ? കറണ്ട് അഫെയർ ചോദ്യമാണ്. അറിയാവുന്നവരൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്യുക. ഇനി നടക്കാൻ പോകുന്ന ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷം ഇല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഏത്? ഇന്ത്യ. ഏത്? ഇന്ത്യ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇനിയുള്ള പരീക്ഷകളിലും അത് ആവർത്തിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അല്ലേ? ഇന്ത്യ ആയതുകൊണ്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ച് പഠിക്കുക. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണേത്? ഇന്ത്യയാണ്. ബ്രിക്സിന് ഇന്ത്യ. ബ്രിക്സ് നടക്കുന്ന എവിടെയാണ്? ഇന്ത്യയിലാണെന്ന് ഓർത്തിരിക്കുക. 2026 ബ്രിക്സ് നടക്കുന്ന എവിടെയാണ്? ഇന്ത്യയിലാണ് നടക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലാണ് നടക്കുന്നത്. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? ചിത്രത്തിൻ്റെ പേരെന്താണ്? ചിത്രത്തിൻ്റെ പേരാണ് തന്തപ്പേര്. തന്തപ്പേര്. ഓക്കെ, തന്തപ്പേര്, തന്തവൈബ് എന്ന് നമുക്ക് പറയാം. തന്തപ്പേര് അല്ലേ? അതായത് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയത്വത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രമാണേത്? തന്തപ്പേര് അല്ലേ? അപ്പോഴാണ് തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരൊക്കെ റീൽസ് ചെയ്യുന്ന സമയമായിരുന്നു അതിൽ. എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പം ആ തന്തപ്പേര് എന്നുള്ളത് ആ റീൽസിൻ്റെ ഭാഗമായിട്ടില്ല, ഇതിൻ്റെ പേരിൽ വന്നതാണ്. അങ്ങനെ കുറേ ഒരു അച്ഛന്മാർ വെച്ച് കളിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു, റീൽസ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തിൽ. എല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയത്വത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം, ഓഡിയൻസ് അല്ലേ? ഓഡിയൻസ് പോൾ പുരസ്കാരം, ഏറ്റവും കൂടുതൽ ഓഡിയൻസ് കിട്ടിയത് ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? തന്തപ്പേരിനായിരുന്നു. ഓക്കെ, ഓഡിയൻസ് പോൾ പുരസ്കാരം തന്തപ്പേരിനാണ് കിട്ടുന്നത് ഓർത്ത് വെക്കുക കേട്ടോ. ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, തന്തപ്പേര് എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? അഖിൽ പി ധർമ്മജൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? അഖിൽ പി ധർമ്മജൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റതാരാണ്? 52ാമത്തെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ വ്യക്തിയുടെ പേരാണ് എന്ത്? ജസ്റ്റിസ് BR ഗവായ്. നമ്മുടെ ഇപ്പോഴത്തെ എന്ന് പറയില്ലേ, ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായ്.
52ാമത്തെ അദ്ദേഹമാണ് അല്ലേ, 52ാമത്തെ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് BR ഗവായ്. അപ്പോൾ പേരുകൾ പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് എഴുതി വെക്കുമ്പോൾ BR ഗവായ് എന്നുള്ള പേരിങ്ങനെ എഴുതി ബോക്സിലൊക്കെ ആക്കി വെക്കണം അല്ലേ. അപ്പോൾ നോക്കി വെച്ചാൽ വേഗം മനസ്സിലാവും. എക്സാമിന് പോകുമ്പോഴത്തേക്ക് ആ പേജ് എടുത്ത് നോക്കിയാൽ വേഗം ഒന്ന് ക്ലിക്കാവും. 2025 ഇന്ത്യയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? ജസ്റ്റിസ് BR ഗവായ്. അപ്പോൾ ഈ കറണ്ട് അഫെയർ എഴുതുമ്പോൾ ഷോർട്ട് ഫോമിൽ എഴുതി വെക്കുക. അത് ചോദിച്ച ചോദ്യങ്ങൾ ഒരെണ്ണം എഴുതുക, അല്ലാത്തത് എന്ത് ചെയ്യണം, മറ്റൊരു ഭാഗത്തും എഴുതി വെക്കണം. ഓക്കെ, ചോദിച്ചത് വീണ്ടും ചോദിക്കാം അല്ലേ, അതേപോലുള്ളതും ചോദിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നൊബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. 2025 ഊർജ്ജതന്ത്രത്തിന് നൊബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, ജോൺ M. മാർട്ടിനസ്. ഊർജ്ജതന്ത്രം ജോൺ M. മാർട്ടിനസ്. ഊർജ്ജതന്ത്രം ഏതാണ്? 2025 ഊർജ്ജതന്ത്ര നൊബൽ പുരസ്കാരം. ഊർജ്ജതന്ത്രം ഫിസിക്സിൻ്റെ നോബൽ പുരസ്കാരം. ഫിസിക്സിൻ്റെ നോബൽ പുരസ്കാരം ആർക്കാണ്? ജോൺ M. മാർട്ടിനസ്. ജോൺ M. മാർട്ടിനസ്. ഫിസിക്സിന് കിട്ടിയത് ആർക്കാണ്? ജോൺ M. മാർട്ടിനസ്. നെക്സ്റ്റ് ചോദ്യം, 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? എത്ര ശതമാനമാണ്? ഉത്തരം ഏതാണ്? 40%. 40%. 2025 തൊഴിൽ പദ്ധതി ഏതായിരുന്നു? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ അല്ലേ. അതിന് പ്രകാരം സംസ്ഥാനത്തെ വിഹിതം എത്ര ശതമാനമായിരുന്നു? 40% ആയിരുന്നു. 40% നെക്സ്റ്റ് ചോദ്യം, കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ്? നോഡൽ ഏജൻസി ഏതാണ്? കിൻഫ്രയാണ്. നോഡൽ ഏജൻസി ഏതാണ്? കിൻഫ്രയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? വിജയകിഷോർ രഖത്കർ. വിജയകിഷോർ രഖത്കർ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ്. ഏത്? വിജയകിഷോർ. ദേശീയ വനിതാ കമ്മീഷൻ വിജയകിഷോർ. വിജയകിഷോർ രഖത്കറാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? വിജയകിഷോർ രഖത്കർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 4.4% ആണ്. 4.4% ആണ്. ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമായിരുന്നു? 4.4%. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നവരിൽ ശരിയേതാണ്? 2025 ICC വനിതാ ലോകകപ്പിനെ കുറിച്ചുള്ള ശരി പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരി പ്രസ്താവനകൾ ഏതൊക്കെയായിരുന്നു? ശരി പ്രസ്താവന 1, 3, 4 ശരി പ്രസ്താവന. കിരീടം നേടിയത് ഇന്ത്യയാണ്, അത് ശരിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയ ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസാൻ കപ്പ് നേടി. പഠിച്ചു വയ്ക്കാം. 2025 നടന്ന ICC ലോകകപ്പ് വനിതാ ലോകകപ്പാണ്. ICC വനിതാ ലോകകപ്പ് 2025 ICC വനിതാ ലോകകപ്പ് അതിൻ്റെ കിരീടമാർക്കായിരുന്നു? ഇന്ത്യക്കായിരുന്നു. ICC വനിതാ ലോകകപ്പിൻ്റെ കിരീടമാർക്കായിരുന്നു? ഇന്ത്യക്കായിരുന്നു.
അവിടെ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഏതാണ്? ഓസ്ട്രേലിയ ആണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 നേടിയ ആരായിരുന്നു? മാരിസാൻ കാപ്പ് നേടി. ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയത് ആർക്കായിരുന്നു? മാരിസാൻ കാപ്പ് നേടിയിട്ടുണ്ട്. മാരിസാൻ കാപ്പാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയാണ് ജയിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? 2025 നടന്ന ICC വനിതാ ലോകകപ്പ്. 2025 ICC വനിതാ ലോകകപ്പ്, വനിതകൾ ലോകകപ്പ്, അവിടെ ഇന്ത്യയാണ് വിൻ ചെയ്തത് അല്ലേ? ഇന്ത്യയാണ് വിൻ ചെയ്തത്. അവിടെ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഏതായിരുന്നു? ഓസ്ട്രേലിയ ആണ്. ഓക്കെ, ഓസ്ട്രേലിയ ആണ് അവിടെ. മാരിസൺ കാപ്പും കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അതാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. സൂര്യകാന്താണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സൂര്യകാന്താണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് അല്ലേ? എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് EOSൻ്റെ ഫുൾ നെയിം ഒന്ന് നോക്കിക്കോളൂ. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് അല്ലേ? ഏതാണ് ISRO 2025 വിക്ഷേപിച്ചത്? താഴെ കൊടുത്തിരിക്കുന്ന EOSൽ ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത് ഏതാണ്? ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത് ആണ് ഏത്? ഉത്തരം EOS 09. EOS 09 ആണ്. EOS 09 കിട്ടിയല്ലോ. EOS 09 ആണ്. ശരിക്കും ഒന്ന് നോക്കി വെക്കുക. EOS 0 അല്ലേ? അപ്പോൾ ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ച EOS സാറ്റലൈറ്റ്, EOS എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്, EOS സാറ്റലൈറ്റിൻ്റെ പേരെന്താണ്? EOS 09. EOS 09 ആണ്. EOS 09. അപ്പോൾ ഓർക്ക് എവിടെയാണത്? ISRO 2025 മെയ്ക്ക് വിട്ടു അല്ലേ? EOS 09. ISRO 2025 മെയ്യിൽ EOS 09 എഴുതി വെക്കണം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെയാണ് അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നത്? ഇതേമാതിരിയുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് PSC. അപ്പോൾ പഠിച്ചു വയ്ക്കാം. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം ഏതായിരുന്നു? ആൻസർ 2025 ആയിരുന്നു. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമാണേത്? 2025 അല്ലേ? 2025 അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കൂ എന്ന് പഠിച്ചു വയ്ക്കാം. എല്ലാ വർഷവും അത് റിപ്പീറ്റ് ചോദിക്കാറുണ്ടത്. ഓരോ വർഷത്തെ പ്രത്യേകത ചോദിക്കുക അല്ലേ? പണ്ട് മില്ലൽ സാറിന് ചോദിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം 2025 ആണ്. അത്ര പ്രാധാന്യമുണ്ട് അവിടെ. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ടാണ് 2025 ആഘോഷിക്കുന്നത്. യുനെസ്കോയുടെ നേതൃത്വത്തിൽ നടന്ന അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെയാണ് അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നത്? ഉത്തരം 2025. നെക്സ്റ്റ് ചോദ്യം, മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ അല്ലേ? അടൂർ ഗോപാലകൃഷ്ണൻ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യമായി ലഭിച്ചതാർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. വേറൊന്നും ഞാൻ പറയുന്നില്ല. മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ആദ്യമായി അടൂരിനാണ്. ഓക്കെ, ആദ്യമായി അടൂരാണ് ദാദയായതെന്ന് പഠിക്കുക അല്ലേ? വെറും ഹിൻഡ് പറയുന്നതാണ് നമ്മൾ കേട്ടോ. മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. അടൂരിനാണ് ആദ്യമായി ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്.
അടൂറിനാണ് ആദ്യമായി ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ, 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ. 2024 ഓടക്കുഴൽ ആർക്കാണ്? അരവിന്ദാക്ഷനാണ്. ഓടക്കുഴൽ 24 അരവിന്ദാക്ഷൻ ഓടക്കുഴൽ. 24 ഓടക്കുഴൽ, 240 അരവിന്ദാക്ഷൻ. 24 ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ്? കെ അരവിന്ദാക്ഷനാണ്. ഓക്കെ, കെ അരവിന്ദാക്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ലോക് ഭവൻ എന്നാണ്. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ലോക് ഭവൻ എന്നാണ്. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്ന പേരാണെന്ത്? ലോക് ഭവൻ എന്നാണ് അറിയപ്പെടുക. ലോക് ഭവൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്താദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ചെയർമാൻ ആരായിരുന്നു? ശ്രീ കെ സോമപ്രസാദാണ്. വയോജനം നോർക്കുക, സോമപ്രസാദ്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ, പ്രായമുള്ളവരുടെ വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശ്രീ കെ സോമപ്രസാദ്. വയോജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്ത് കൊടുത്തു? സോമപ്രസാദ് അല്ലേ. സേമിയ പായസം എന്നൊക്കെ ഇല്ലേ, പ്രായമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ സേമിയ പായസമൊക്കെ. അത് വെറുതെ ഓർത്തിരിക്കും കേട്ടോ. പ്രായമുള്ളവർക്ക്, വയോജനങ്ങൾക്ക് സേമിയ പായസം വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ ആവശ്യം സംരക്ഷിക്കാനായിട്ട് ആര് വന്നു? ശ്രീ കെ സോമപ്രസാദ് അല്ലേ. സോമപ്രസാദ് വന്നു. ഓർത്തിരിക്കാമല്ലോ വെറുതെ ഒന്ന്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശ്രീ കെ സോമപ്രസാദ് അല്ലേ. പ്രസാദം എന്നൊക്കെ ഓർക്കാം. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? മലയാളിയായ കായിക താരം ആണ് PR ശ്രീജേഷ് എന്ന കായിക താരത്തിനാണ് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചത്. PR ശ്രീജേഷിനാണ് പത്മഭൂഷൺ 2025 പത്മഭൂഷൺ ആർക്കാണത്? PR പത്മഭൂഷൺ ശ്രീജേഷിനാണ്. ഏത് ഇനത്തിൽ? ശ്രീജേഷൻ നമുക്കറിയാം എങ്ങനെ കായിക താരം എന്നല്ലേ. കായിക താരം. ശ്രീ എപ്പോഴും എന്താണ്? കായിക താരം. ശ്രീജേഷ് കായിക താരം. അപ്പോൾ അദ്ദേഹത്തിന് പത്മഭൂഷൺ 2025 കിട്ടി. 2025 പത്മഭൂഷൺ അവാർഡ് ലഭിച്ച മലയാളിയാണ് അദ്ദേഹം. കായിക താരമാണ്. ആര്? PR ശ്രീജേഷ്. അപ്പോൾ നമ്മൾ കായിക താരം എന്ന് കേൾക്കുമ്പോഴേ ഏത് പേര് മുന്നിൽ നമ്മുടെ വരുന്നുണ്ട്? PR ശ്രീജേഷൻ നമുക്ക് ഓർമ്മ വരും അല്ലേ. പക്ഷെ ഇവിടെ പേര് കിടക്കുമ്പോൾ അതിപ്പോൾ വന്നല്ലേ, അപ്പോൾ നമുക്ക് ഓർത്താൽ മതി. 25 ചോദിച്ചേക്കെന്ന് ഓർത്തേക്കുക. മലയാളിയായ കായിക താരം ആരാണ്? PR ശ്രീജേഷൻ തന്നെയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ പേര് മുഖവുമൊക്കെ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. ഈ ഒരു ചോദ്യം നോക്കാം. താഴെ പറയുന്നവരിൽ ശരി ഏതാണ്? ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇൻ്റർനാഷണൽ ബുക്ക് സമ്മാനം നേടി. KR മീരയുടെ നോവലായ കലാച്ചി 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടി. ഈ സന്തോഷ് കുമാറിൻ്റെ നോവലായ തപോമയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. R ചരശ്രീയുടെ നോവലായ ആത്രേയകം 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശരി ഏതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം നമ്മൾ എന്താ തീരുമാനിക്കുന്നില്ല. അപ്പോൾ ഇവിടെ 1, 2 ശരിയാണെന്നല്ലേ കിടക്കുക. അപ്പോൾ ശരി ഏതെന്നാണ് നമ്മുടെ ചോദ്യം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടി വരുന്നു. അപ്പം ശരി ഏതൊക്കെയാണ്? നമ്മുടെ ശരി വരുന്ന ആരൊക്കെയാണ്? 1ഉം 3ഉമാണ് ശരി വരുന്ന കാര്യങ്ങൾ. 1ഉം 3ഉമാണ് ശരി വരുന്നത്. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉമാണ്. അതായത് ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഏത്? ഹാർട്ട് ലാമ്പ്.
അതിന് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. പിന്നൊന്നുള്ളത് ഈ സന്തോഷ് കുമാറിൻ്റെ നോവലാണിത് തപോമയ്യയുടെ അച്ഛൻ. അതിന് 2025 വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ സന്തോഷ് കുമാറിൻ്റെ നോവലാണിത് തപോമയ്യയുടെ അച്ഛൻ. 2025 വയലാർ പുരസ്കാരം അതിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപസമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിട്ടുണ്ടായിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപസമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ എന്താണ്? അൽവാരോ. അൽവാരോ 2024 അൽവാരോ എന്നറിയപ്പെടുന്നത്. 2024 അൽവാരോ എന്നറിയപ്പെടുന്നത്. മഡഗാസ്കർ ദ്വീപസമൂഹങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കിയിട്ടുള്ള ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? അൽവാരോ. പഠിച്ചു വെച്ചേക്കുക. മഡഗാസ്കർ ദ്വീപസമൂഹങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കി ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? അൽവാരോ എന്നാണ്. അടുത്തത് ഇപ്പോഴത്തെ 2025 ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അല്ലേ, ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ അല്ലേ? ഉത്തരം ഏതാണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഉത്തരം ഏതാണ്? ഞാനിവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. ഏതാണ് ഉത്തരം? ഹീരാലാൽ സമരിയ. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചോദ്യം വായിക്കുമ്പോൾ കമൻറ്റ് സെക്ഷൻ ഉണ്ട്. കമൻറ്റ് ചെയ്താൽ നിങ്ങളിത് പഠിച്ച് പോകും. കറണ്ട് അഫെയർ പഠിക്കാൻ മറ്റൊരു മാർഗ്ഗമില്ല. കാരണം എത്ര പഠിച്ചാലും മറക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മളിതുപോലെ നോട്ടുകൾ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ എഴുതി പോവുക. അപ്പോൾ നമ്മളിതുപോലെ വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ കൂടെ കമൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുന്നവർക്കും എന്താ സന്തോഷമാകും, നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ കമൻറ്റ് കിട്ടുമ്പോൾ ഇത്ര കുട്ടികൾ എൻ്റെ വീഡിയോസ് കണ്ടു എന്ന് എനിക്ക് അറിയാൻ പറ്റും എന്നുള്ളതും ഒരു സന്തോഷമാണ് അല്ലേ? സന്തോഷം അങ്ങനെ നമുക്ക് തരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹീരാലാൽ സമരിയ. ഓക്കെ, അതിൻ്റെ സ്പെല്ലിംഗ് ഉണ്ട്. ഹീരാലാൽ സമരിയ. ഹീരാലാൽ എന്ന് തന്നെ പഠിച്ചു വെക്കുക. സമരിയ എന്ന് പ്രത്യേകിച്ചും പഠിച്ചു വെക്കണം കേട്ടോ. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? കേന്ദ്ര റെയിൽവേ മന്ത്രി ആരായിരുന്നു? കേന്ദ്ര റെയിൽവേ മന്ത്രിയാണ് അശ്വനി വൈഷ്ണവ്. കേന്ദ്ര റെയിൽവേ മന്ത്രിയാണ് അശ്വനി വൈഷ്ണവ്. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അല്ലേ, അത് മാറിയില്ലേ? പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ മാറിയിട്ടില്ല അല്ലേ? മന്ത്രിയാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ തെറ്റിക്കണ്ട. ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, നമ്മുടെ മന്ത്രി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുക, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ജി ശശീന്ദ്രനാണ്. അല്ലേ? അപ്പോൾ ഇത് കമ്മീഷൻ ചെയർമാൻ എന്ന് വരും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പേര് വരുള്ളൂ ഓർക്കണം കേട്ടോ. അല്ലാതെ ഇപ്പോഴത്തെ പേരൊക്കെ എടുത്ത് ഇട്ടുകളെ വേണമെങ്കിൽ ഓർക്കുക. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണെന്ത്? ജസ്റ്റിസ് ജി ശശീന്ദ്രൻ എന്ന് പറയുക. കേരള സംസ്ഥാനത്തിലെ ഇപ്പോൾ എന്താണ് പറയുക? മന്ത്രി, ഒരു വനിതാ മന്ത്രിയാണ് നമുക്കുള്ളത് അല്ലേ? വനിതാ മന്ത്രിയാണുള്ളത്. പേര് നമുക്ക് പഠിക്കാം. അതിനൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് കാണുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആണ് ആര്? കെ സച്ചിദാനന്ദൻ. മറക്കണ്ട. കേരള സാഹിത്യ അക്കാദമി 2025 കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റാണ് കെ സച്ചിദാനന്ദൻ. 25 സച്ചിദാനന്ദൻ. 25 സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റാണ് ആര്? കെ സച്ചിദാനന്ദൻ. 25 ആരാണ്? കെ സച്ചിദാനന്ദൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യമാണ് ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്?
ജപ്പാനാണ്. ജപ്പാൻ ആകുന്നു. ജപ്പാനാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സാഹിത്യത്തിന് നോബൽ. സാഹിത്യ നോബൽ ആർക്കായിരുന്നു? നമുക്കറിയാം ഹാൻകാങ് അല്ലേ. സാഹിത്യം വന്നേക്കുന്നത് ഹാൻകാങ്ങിനായിരുന്നു. 24 ചോദിച്ചേക്കുന്ന ഓർമ്മ വേണം. ഹാൻകാങ് ആണ് നടത്തിയേക്കുന്നത്. ഹാൻകാങ്ങിനാണ് സാഹിത്യ നോബൽ സമ്മാനം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി. 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി ആരാണ്? സാമ്പത്തിക കാര്യ സെക്രട്ടറി ആരാണ്? സാമ്പത്തിക കാര്യ സെക്രട്ടറി ആരായിരുന്നു? അനുരാധ താക്കൂർ. അനുരാധ താക്കൂർ. 25 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി ആരാണ്? അനുരാധ. അനുരാധയാണ് സാമ്പത്തികം നോക്കുന്നത്. അനുരാധ താക്കൂർ അല്ലേ. അനുരാധയിലാണ് താക്കോലുള്ളത്. സാമ്പത്തികത്തിൻ്റെ താക്കോൽ അനുരാധ താക്കൂർ അല്ലേ. സാമ്പത്തികം നമ്മുടെ പണം നമ്മൾ സൂക്ഷിച്ച് താക്കോലിട്ട് പൂട്ടിയാണ് വെക്കുക. അപ്പോൾ അനുരാധ താക്കൂറിലാണ് സാമ്പത്തിക കാര്യ സെക്രട്ടറി. സാമ്പത്തികം താക്കോൽ അല്ലേ. അതിൻ്റെ താക്കോലുള്ളത് ആർക്കാണ്? അനുരാധ താക്കൂറിനാണ്. അപ്പോൾ ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി ആരാണ്? അനുരാധ താക്കൂർ. ആ പേര് കാണുമ്പോൾ നമുക്ക് താക്കൂർ കാണുമ്പോൾ താക്കോൽ ഓർക്കാം. അങ്ങനെ വരുമ്പോൾ അനുരാധയ്ക്കാണെന്ന് നമുക്ക് ഓർമ്മ വരും. അനുരാധ താക്കൂറാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോസ് നമുക്ക് മുഖ്യമന്ത്രിമാരുടെ വീഡിയോസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി മന്ത്രിമാരടങ്ങുന്ന എല്ലാവരുടെയും വകുപ്പുകൾ അടങ്ങുന്ന ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതും കൂടി കാണാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.